ജൂലൈ 2, 1994 അമേരിക്കയുടെ മണ്ണിൽ വേൾഡ് കപ്പിന്റെ ആരവങ്ങൾ അലയടിക്കുന്ന വശ്യമനോഹരമായ ദിവസങ്ങൾ. എന്നാൽ ഒരു ഞെട്ടലോടെയായിരുന്നു ഫുട്ബോൾ ആരാധകർ ആ വാർത്ത കേൾക്കുന്നത്. അതെ, കേവലം ദിവസങ്ങൾക്ക് മുമ്പേ വേൾഡ് കപ്പ് വേദികളിൽ തന്റെ സാന്നിധ്യം അറിയിച്ച ഒരു കൊളംബിയൻ ഡിഫൻഡറുടെ മരണവാർത്തയായിരുന്നു അത്. വേൾഡ് കപ്പിലെ തന്റെ ടീമിന്റെ പരാജയഭാരവും പേറി നാട്ടിലേക്ക് മടങ്ങിയ ആൻഡ്രോസ് എസ്കോബാർ എന്ന 25-കാരനെ കാത്തിരുന്നത് വിധിയുടെ കൊടും ക്രൂരതയായിരുന്നു. കൊളംബിയയിലെ ഒരു മാഫിയ സംഘത്തിന്റെ തോക്കിൽ നിന്നും 6 വെടിയുണ്ടകളാണ് അദ്ദേഹത്തിന്റെ ശരീരത്തിലേക്ക് തറച്ചു കയറിയത്. ഓരോ വെടി ഉതിർക്കുമ്പോഴും ഗോളെന്ന് ആ ദുഷ്ടന്മാർ അലറുന്നുണ്ടായിരുന്നു. കാരണം ആ വെടിയുണ്ടകളിലെ പിന്നിലെ രഹസ്യം തേടിപ്പോയാൽ നാം എത്തിച്ചേരുക ഏതാണ്ട് 10 ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു വേൾഡ് കപ്പിലെ ഒരു മത്സരത്തിലേക്കാണ്. ആദിയർക്കെതിരെയുള്ള ഒരു ഗ്രൂപ്പ് സ്റ്റേജ് മത്സരത്തിൽ എസ്കോബാറിന്റെ കാലിൽ നിന്നും കൊളംബിയ ഒരു സെൽഫ് ഗോൾ വഴങ്ങുകയാണ്. ആ ഒരു ഓൺ ഗോൾ കാരണം കൊളംബിയ പരാജയപ്പെടുകയും വേൾഡ് കപ്പിൽ നിന്നും പുറത്താവുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ അന്ന് ആ പാവ മനുഷ്യൻ അറിഞ്ഞിരുന്നില്ല ആ ഒരു സെൽഫ് ഗോളിന് തന്റെ ജീവന്റെ വിലയുണ്ട് എന്നും അത് തന്നെ മരണത്തിലേക്കാണ് കൊണ്ടുപോകുന്നത് എന്നും.